ഹായ് ഫ്രണ്ട്സ്, ഇന്ന് വളരെ ഈസിയായി പെട്ടെന്ന് ഒരു സാമ്പാർ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. സിമ്പിളായി ഒരു സാമ്പാറാണ് ഇത്. കൂടുതൽ മസാലകളൊന്നും ഉപയോഗിച്ചിട്ടില്ല, സാമ്പാർ പൗഡറോ ഒന്നും ഉപയോഗിക്കാതെ നമുക്ക് പെട്ടെന്ന് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സിമ്പിൾ സാമ്പാർ. അപ്പോൾ ഇതിനു വേണ്ടി നമുക്ക് കുക്കറാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. കുക്കറിനകത്തിലേക്ക് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് വെള്ളം നന്നായിട്ട് ചൂടായി വരുന്ന സമയം 1 കപ്പ് തുമര നല്ലതായിട്ട് കഴുകിയിട്ട് ഇതിനകത്തിലേക്ക് ഇട്ട് കൊടുക്കാം. തുമരപ്പരിപ്പ് നല്ലതായിട്ടൊന്ന് വേവിച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അതിനുവേണ്ടി നമ്മൾ ഒരു 2 വിസിൽ വരുന്നിടം വരെ നമുക്ക് ഈ തുമരപ്പരിപ്പൊന്ന് വേവിച്ചെടുക്കാം. 2 വിസിൽ വന്നതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു 5 മിനിറ്റ് വെക്കുമ്പോഴേക്കും തുമര നല്ലതായിട്ട് വെന്തിരിക്കും. തുമരപ്പരിപ്പ് അവിടെ വെന്തിട്ടുണ്ട്. അപ്പോഴത്തേക്കും നമുക്ക് കഷ്ണമെല്ലാം ഒന്ന് തയ്യാറാക്കിയെടുക്കാം. ഒരു ചെറിയ കഷ്ണം കുമ്പളങ്ങായ, ഒരു മുരിങ്ങക്കോല്, അതുപോലെ തന്നെ ചെറിയ ഉള്ളി ഒരു 10 എണ്ണമോ, നിങ്ങൾക്ക് ഇഷ്ടമുള്ള ചെറിയ ഉള്ളി ഇട്ടാൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. ചെറിയ ഉള്ളി സാമ്പാറിൽ നല്ലതാണ്. അപ്പോൾ ചെറിയ ഉള്ളിയെ, അതുപോലെ ചെറിയൊരു കഷ്ണം പടവലങ്ങായ, ചെറിയൊരു കഷ്ണം ക്യാരറ്റ്, ചെറിയ വഴുതനങ്ങ ഒരു 2 എണ്ണം, ഇത്രയുമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇതുകൂടാതെ തന്നെ നമുക്ക് അമരക്കായ, പച്ചത്തക്കാളി, വെള്ളരിക്കായ, ഇതൊക്കെയും നമുക്ക് ഈ സാമ്പാറിൽ ഇടാവുന്നതാണ്. അതുപോലെ മത്തങ്ങയൊക്കെ ഇടുന്നവരുണ്ട്. ഞാനിവിടെ മത്തങ്ങയൊന്നും യൂസ് ചെയ്തിട്ടില്ല. മത്തങ്ങയൊക്കെ ഇട്ടാൽ കൊഴുപ്പ് സാമ്പാറിന് കൂടുതലായിട്ട് നമുക്ക് കിട്ടും. അപ്പം അത്രയൊക്കെ എല്ലാ കഷ്ണങ്ങളും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അതുപോലെ ഉരുളക്കിഴങ്ങ് യൂസ് ചെയ്യാൻ പറ്റും. ഞാനിവിടെ പച്ചക്കറികൾ മാത്രമാണ് എടുത്തിരിക്കുന്നത്. ഇനിയും ഈ തുമര നല്ലതായിട്ട് വെന്തതിനകത്തിലേക്ക് നമുക്ക് കഷ്ണിച്ച് വെച്ചിരിക്കുന്ന കഷ്ണങ്ങളെല്ലാം ഇട്ട് കൊടുക്കാം. പച്ചക്കറി ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരു വിസിൽ വരുമ്പോഴേക്കും കഷ്ണങ്ങൾ നല്ലതായിട്ട് വെന്തിരിക്കും. പച്ചക്കറി അല്ലാതെ വലിയ ഈ കിഴങ്ങ് വർഗ്ഗങ്ങളൊക്കെ ആണെങ്കിൽ സ്വല്പം കൂടി വേവ് കാണുമായിരിക്കും. അപ്പോൾ അതിനനുസരിച്ച് വേവിച്ചെടുക്കുക. ഞാൻ ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുക്കാനായിട്ട് ആവശ്യത്തിന് ഉപ്പൂടെ ഇട്ട് കൊടുത്ത് ഒന്ന് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നിടം വരെ വേവിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ കഷ്ണങ്ങളെല്ലാം നല്ലതായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് 1/2 സ്പൂണ് മല്ലിപ്പൊടിയും 1 സ്പൂണ് മുളക് പൊടിയും കൂടി മിക്സിക്കകത്തിൽ ഇട്ട് കൊടുത്ത് സ്വല്പം വെള്ളവും കൂടി ഒഴിച്ച് നല്ലതായിട്ട് ഒരു കുഴമ്പ് രൂപത്തിൽ ആക്കിയെടുക്കാം. കുഴമ്പ് രൂപത്തിലൊന്ന് അരച്ചുകൊണ്ട് വരാം. നല്ലതായിട്ട് അരച്ച ആ അരപ്പ് നമ്മൾ ഈ വെന്ത് വന്നിരിക്കുന്ന തുമരയിലേക്കും പച്ചക്കറിയിലേക്കും ഒഴിച്ചു കൊടുക്കുക. സ്വല്പം വെള്ളം ഒഴിച്ചാൽ മതി, 1/2 കപ്പിൽ താഴെ വെള്ളം ഒഴിച്ചാൽ മതി. അതെല്ലാം കൂടി ഒഴിച്ചു കൊടുത്ത് നമ്മൾ നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. നല്ല കൊഴുപ്പുള്ള ഒരു സാമ്പാറാണ് ഇത് നമുക്ക് കിട്ടുന്നത്. ഇനി നമുക്ക് ആവശ്യമുള്ളത് പുളി വെള്ളമാണ്. പുളി വെള്ളവും കൂടുതൽ വെള്ളം ഒഴിക്കേണ്ട. ഒരു നെല്ലിക്ക വലിപ്പം പുളി എടുത്തിട്ട് വെള്ളത്തിൽ അലിയിച്ച് നമുക്ക് അത് ഒഴിച്ചു കൊടുക്കാം. അതിന് ശേഷം കായപ്പൊടിയാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. കായപ്പൊടി ഒരു 1/2 സ്പൂണ് കായപ്പൊടി ഇട്ട് കൊടുക്കുക. നല്ലതായിട്ട് ഇളക്കി കൊടുക്കുക. നമ്മൾ ഈ ലാസ്റ്റിലാണ് കായപ്പൊടി ഇട്ടേക്കുന്നത്, അന്നേരമാണ് അതിൻ്റെ ആ ഫ്ലേവർ വരുന്നത്. അപ്പോൾ ഇത് നല്ലതായിട്ടൊന്ന് തിളപ്പിക്കുക. ഇനി ഇതൊരു 5 മിനിറ്റ് നമ്മൾ ഈ മസാലയും കായപ്പൊടിയും എല്ലാം കൂടി ചേർത്തൊന്ന് തിളപ്പിക്കുന്നുണ്ട്. പുളിയും എല്ലാം കൂടി ചേർത്ത് ഒരു 5 മിനിറ്റ് തിളപ്പിക്കുക. അപ്പോൾ ഈ സാമ്പാർ നല്ലതായിട്ടൊന്ന് എല്ലാ മസാലയെല്ലാം വെന്ത് വരും. ഇനി നമുക്ക് താളിച്ചിടാം. അതിനുവേണ്ടി ചെറിയുള്ളിയും അതുപോലെ തന്നെ കറിവേപ്പിലയും കടുകും ഉലുവായും കൂടി ഇട്ടാണ് നമ്മൾ താളിക്കുന്നത്. ഇത്രയും ഇട്ട് താളിച്ചതിന് ശേഷം ഇതിനകത്തിലേക്ക് ഒഴിച്ച് താളിപ്പ് ഒഴിച്ചതിന് ശേഷം ഒരു 2-3 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് നമുക്ക് ഇത് വീണ്ടും ഒന്ന് നല്ലതായിട്ട് ഇളക്കിയെടുക്കാം. അപ്പോൾ നമ്മുടെ സിമ്പിളായിട്ടുള്ള സാമ്പാർ ഇവിടെ തയ്യാറായിട്ടുണ്ട്. ഈ സാമ്പാർ നമുക്ക് ചോറിനൊപ്പവും അതുപോലെ തന്നെ ദോശയ്ക്കും ഇഡ്ഡലിക്കും ഒക്കെ ഒപ്പം കഴിക്കാൻ നല്ല സാമ്പാറാണ്. ഈ രീതിയിൽ സിമ്പിളായി സാമ്പാർ തയ്യാറാക്കി നോക്കൂ. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ ചാനൽ വീഡിയോ കണ്ടിട്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുകയൊക്കെ ചെയ്യുക. നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് കൂടുതൽ വീഡിയോകൾ ഇടുന്നതിന് വേണ്ടിയുള്ള ഒരു പ്രചോദനം എന്ന് പറയുന്നത്. എല്ലാവരും സപ്പോർട്ട് ചെയ്യുക.